വന്നിരിക്കുകയാണ്. ഒരു ചലഞ്ചും കൂടെ ഒന്നും കൂടെ ചെയ്ത് നോക്കാം, ഈ കളി ജയിക്കാൻ പറ്റുമെന്ന്. അതായത് പൊള്ളാടിനെ കൊണ്ട് 4 സിക്സ് അടിപ്പിക്കണം, റായിഡുവിനെ കൊണ്ടൊരു 4 അടിപ്പിക്കണം. ടോട്ടലി 33 റൺസ് ജയിക്കണം. എന്നാലേ 3 സ്റ്റാർ കിട്ടത്തുള്ളൂ, എന്നാലേ മെയിനായിട്ടുള്ള കളി കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ പർപ്പസ്. ഓക്കെ, മോർക്കലിനെതിരെയാണ് കളിക്കുന്നത്. 4 അടിക്കാൻ പറ്റുമല്ലോ എന്നാണ് നമുക്കറിയേണ്ടത്. പോയി റായിഡു. ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ റായിഡുവിനെ കൊണ്ട് 4 അടിപ്പിച്ചു കേട്ടോ. ഓക്കെ, ഇത് കാണുമ്പോൾ എളുപ്പമായിട്ടാണെന്നൊക്കെ തോന്നും, അത്രയ്ക്ക് എളുപ്പമൊന്നും അല്ല കേട്ടോ. അയ്യോ, ഞാൻ അടുപ്പിച്ച ആള് മാറിപ്പോയോ? അയ്യോ ഇല്ല, സിംഗിൾ ഓടായിരുന്നു. ഞാനീ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഒന്നും പ്രശ്നമില്ല, വെറുതെ സ്ട്രീമിങ് ചെയ്യാമെന്ന് വെച്ചപ്പോഴാണ് പ്രശ്നം പറ്റിയത്. മണ്ടത്തരായി പോയിട്ടോ, വെറുതെ ഒരു ബോൾ ചെയ്യാൻ പോകുന്നു. അഞ്ച് റൺ. ഓക്കെ, ഫൈൻ. ഓക്കെ, ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ബോൾ സ്ലോ ആയിരിക്കും. ലൈഫ് എടുക്കുക, റിവൈവ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ റിവൈവ് ചെയ്ത് പൊള്ളാടിനെ തിരിച്ചു കൊണ്ടുവന്ന് ജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് ടാസ്ക്. It's a full house here, and what an atmosphere we've had for this match. Well, that's a six. The power is extraordinary. First 6. Come on, നോക്കാം പറ്റുമല്ലോ. ബാക്കോട്ടറിന് അടുത്തടിച്ച് പിന്നെ അല്ല, ഒരു ബോൾ കൂടി ഓവറിലുള്ളല്ല. സെറ്റ് സാധനം. 2 6 ആയേ, ഇനി 2 6 കൂടി അടിച്ചാൽ മതി. അടുത്ത ഓവർ റായിഡുമായിരിക്കും. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ റിവൈവ് ചെയ്തെടുത്ത് നമ്മുടെ പൊള്ളാടിനെ 6 അടിച്ച് ജയിക്കാൻ പറ്റുമല്ലോ എന്നാണ് ടാസ്ക്. എനിക്ക് ടൈമിങ് മനസ്സിലായില്ല. ഇവിടെ ഇനി 7 റൺസ് അടിക്കണം, അത് 2 സിക്സ് വേണം. എന്താണ് എൻ്റെ ടൈമിങ് ശരിയാകാത്ത? ഇനിയിപ്പോൾ ഒരു 6 അടിച്ചാലും എനിക്ക് 3 സ്റ്റാർ കിട്ടില്ല, ഈ 2 സ്റ്റാറേ കിട്ടത്തുള്ളൂ. ശേ, കഷ്ടമായിപ്പോയല്ലോ. 3 സ്റ്റാറില്ല. 2 സ്റ്റാർ ഞാൻ 2 സ്റ്റാർ കിട്ടി, 3 സ്റ്റാർ കിട്ടിയില്ല. ശേ, കാര്യം ഇത്രയും പോയിന്റ് കിട്ടി, പക്ഷെ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടിയില്ല. കുഴപ്പമില്ല, അടുത്ത കളിയിൽ നമ്മൾ 3 സ്റ്റാർ മേടിക്കും. സെറ്റ്.